ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഉണക്കൽ മീൻ വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ഈ ഉണക്കൽ മീൻ ഞാൻ വാങ്ങിച്ചത് തെൻകടൽ മീനാണെന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടിട്ടാണ് വാങ്ങിയത്. അവരത് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അവർ പ്രോസസ്സിങ് അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല ഹൈജീനിക്കാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അവരുടെ അടുത്തുനിന്ന്. അവർ ആൾറെഡി പാക്കിംഗ് ഒക്കെ ചെയ്തെന്ന് റീപാക്ക് ചെയ്തതാണ്. അതിൽ നിന്നിപ്പോൾ നമ്മൾ കുറച്ചെടുത്ത്, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം റെഡി ടു കുക്കാണ്. എന്താ വെച്ചാൽ അവരെല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ട് ആണ് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത്. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വീട്ടിലേക്ക് വന്നിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പം ഞാനത് കുറച്ചൊരു പുതിർത്തി വെച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ചെറിയുള്ളിയും പച്ചമുളകും. മാക്സിമം ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, വലിയ ഉള്ളിനെക്കാട്ടും. പിന്നെ പുളി നമ്മൾ കുറച്ചെടുത്ത് വെള്ളത്തിൽ പുതിർത്തിയിടാം. അത് അവിടെ പുതിർന്ന് കിടന്നോട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് അരിയൽ, എന്ന് വെച്ചാൽ ഒരു ക്രോസായിട്ട് കണ്ടാൽ മനസ്സിലാവും. പിന്നെ വേണ്ട സാധനങ്ങൾ മുഴുവൻ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മറന്നു പോകാണ്ടൊക്കെയാണേ, മറന്നു പോയാൽ പിന്നെ കറി കൊള്ളാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളും എല്ലാ കാര്യങ്ങളും അവിടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചട്ടിയിൽ തന്നെയാണ് മാക്സിമം മീൻകറി എല്ലാം ഉണ്ടാക്കൽ. എനിക്കതാണ് ഇഷ്ടമാണ്. പിന്നെ അതുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് പൊട്ടി വരെ. പിന്നെ നമ്മൾ ഉലുവേനെ ഇട്ടിട്ട് മീൻകറി വെക്കുമ്പോൾ ഉലുവ ഇടുമ്പോൾ ചെറിയൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സാധനം ഉലുവ ഇടുമ്പോൾ. കുറച്ചിട്ടാൽ മതി ഉലുവ ഇട്ട്. പിന്നെ അതൊന്ന് പൊട്ടുന്നവരെ നിന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും പിന്നെ നമ്മൾ നന്നാക്കി വെച്ച ചെറിയുള്ളിയും പിന്നെ നമ്മളെ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയുള്ളി സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ആ വഴറ്റി കൊടുത്തിട്ട് പിന്നെ അതിലിത്തിരി മഞ്ഞളും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. എന്താ വെച്ചാൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ജസ്റ്റ് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ അതൊന്ന് സോഫ്റ്റായി കഴിഞ്ഞിട്ട് മഞ്ഞളിട്ട് കുറച്ച് മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഓൾറെഡി പച്ചമുളക് ഇട്ടതിനെ കൊണ്ട് ചിലപ്പോൾ അതിന് എരിവുണ്ടാവും. അപ്പോൾ ഈ ഡ്രൈ ആയിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അടി പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഇത്തിരി സാമ്പാർ പൊടി ഇട്ടിന് കേട്ടോ. സാമ്പാർ പൊടി ഇട്ടതെന്ന് വെച്ചാൽ അത് വേറൊരു ടേസ്റ്റും ആണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അതിങ്ങനെ വഴറ്റി വന്നിട്ട് നല്ല ഒരു ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച് പുളി അതിലേക്ക് പിഴിഞ്ഞ് പാരുക. പുളി പാർന്നിട്ട് നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം പാർന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് പാർന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കറിയാം ഏകദേശം. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം പാർന്നിട്ടാട്ടോ ഇപ്പോൾ വെച്ചത്. വെള്ളം പാർന്നിട്ട് വെച്ച് അതിനിടയ്ക്ക് ഞാനൊരു കാര്യം മറന്നു പോയിട്ടോ. ഇതിൽ ഒരു സാധനം കൂടി ഇടാനുണ്ടായിരുന്നു, തക്കാളി. എന്നോട് വിട്ടുപോയതാണ്. അപ്പം ഞാനൊരു 2 തക്കാളി അതിൽ ചെറിയ പീസാക്കി അരിഞ്ഞിടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് വേഗം ഈ തള വരുമ്പോഴത്തേക്കും അത് വെന്തത്. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടി അതിലേക്ക് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് തള വരുമ്പോഴത്തേക്ക് ആഡ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ വേവാണ്ടിങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ഇതും കൂടി അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞേരെ നല്ലൊരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യും. തള ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. തിളച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല കറി തിളച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ ബാക്കിയുള്ള തക്കാളി എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. എടുത്തത് വെറുതെ ആവേണ്ട വെച്ചിട്ട്. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്തത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ
തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞ് തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇത് ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷേ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ ഉണക്കൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് മോനാട്ടോ വീഡിയോ എടുക്കുന്നത്. അവനാണിങ്ങനെ തിരിച്ചും മറിച്ചും എടുക്കുക. അപ്പോൾ നമ്മൾ കറി നല്ലോണം തിളച്ച് വന്നേനെ നമ്മളെ ഉണക്കൽ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാം. ഒന്നും കൂടി നല്ലോണം തിളച്ചോട്ടെ, പുളീൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകണ്ടേ. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ആ തിളച്ച് നല്ലോണം ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ ഉണക്കൽ അതിലേക്ക് അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കൽ മീൻ നല്ലോണം പുതർന്ന് കിടക്കുന്നുണ്ട്. അത് നമ്മൾ അതിലേക്ക് അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി കൊടുത്ത് പിന്നെ നമ്മൾ ആ തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും പോയി ഞാൻ എൻ്റെ വീട്ടിലുള്ള കറിവേപ്പില ഒന്ന് പറിച്ചുകൊണ്ട് വരട്ടെ. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണേ. അപ്പോൾ ഞാനവിടെ കണ്ടത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. ഒന്ന് ഇളക്കി കൊടുത്താൽ നാടൻ കറിവേപ്പില ആകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് തിളച്ച് നമ്മളെ കറി റെഡിയായി. അപ്പം നമ്മളെ കറി നല്ല സൂപ്പറായി റെഡിയായി. ഞാൻ ചോറുണ്ണാൻ പോവാം കേട്ടോ. എന്നാൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.